അജ്ഫാൻ്റെ 207ാമത്തെ ഉദ്ഘാടനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളിതിൽ വന്നപ്പോൾ എത്ര ജനം, ഒരുപാട് ജനങ്ങളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. സെലിബ്രിറ്റീസ്, സിനിമാ നടിമാരില്ല, സിനിമാ നടന്മാരില്ല, എന്നാൽ മ്യൂസിക് സംവിധാനങ്ങളില്ല, കൾച്ചറൽ പ്രോഗ്രാം ഒന്നുമില്ല. പക്ഷേ ഒരു ഷോപ്പ് തുറക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ നാട്ടുകാരൊന്നടങ്കം അജ്ഫാൻ്റെ ഉദ്ഘാടനത്തിന് വരിക എന്ന് പറയുമ്പോൾ അതൊരു വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ്. നമുക്ക് മനസ്സ് നിറഞ്ഞു. ഏതായാലും നമുക്ക് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് അജ്ഫാൻ ഗ്രൂപ്പിൻ്റെ ചെയർമാനോടാണ്. ഒപ്പം അതിൻ്റെ ടീമുകളൊക്കെ ഉണ്ട് കൂടെ. വലിയ സന്തോഷമുണ്ട്. ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ മുന്നിൽ തന്നെ ഒരു ആംബുലൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? അപ്പോൾ വിഷ്വലിൽ കാണുന്നുണ്ട് ഒരു ആംബുലൻസ്. ഉദ്ഘാടനത്തിന് കുട്ടിയൊക്കെ ചെയ്തത്, ഉദ്ഘാടനത്തിന് വേറെ എക്സ്പെൻസ് ഒന്നുമില്ല. കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ട് അത് നമുക്ക് അങ്ങ് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരുണ്യ പ്രവർത്തനമാണ് ഏറനാട് ഡയാലിസിസ് സെൻറ്റർ, അല്ലേ? അതിലെ പേര് നിങ്ങളെ സെൻറ്റർ ഏറനാട് ഡയാലിസിസ് സെൻറ്ററിന് ആംബുലൻസ് നൽകിയിരിക്കുകയാണ്. ഒരു വലിയ ഷോപ്പാണ്. പിന്നെ ഇന്നത്തെ ഉദ്ഘാടനത്തിലും കുട്ടിക്കാൻ്റെ കൂടെ കുട്ടിക്കാൻ്റെ മക്കള്, പിന്നെ അമീർ ഭായ്, ഫഹദ് ഭായ്, ഭാര്യ, എല്ലാവരും ഉണ്ടല്ലേ? ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. നോക്കാം എന്താ നിങ്ങൾ പിന്നെ അൽഹംദുലില്ലാ ഒരുപാട് ആൾക്കാരെന്ത് കാണാൻ പറ്റി. അതെന്താ അതിൻ്റെ രഹസ്യം? എന്താ? അജ്ഫാനോട് അത്ര ഇഷ്ടം ഉണ്ടായതുകൊണ്ട്. എന്തുകൊണ്ടായിരിക്കും? അജ്ഫാൻ നല്ല നല്ല കർമ്മങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനം വിറ്റത് കൊണ്ട് ആണ്. ഓക്കെ, എന്തെങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വല്ല ഫിലിം സ്റ്റാറിനോ മറ്റോ കൊടുക്കല്ലോ, ഈ ആംബുലൻസിന് കൊടുത്ത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? അത് മരിച്ചു പോകുമ്പോ അതൊന്നും കിട്ടൂല. ഈ 3 കഷ്ണം തുണിയെ കിട്ടുള്ളൂ. ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്താൽ എന്റെ കൂടെ പോരും. അതുകൊണ്ടാണ് ഞാൻ ആംബുലൻസ് ഇവിടെയുള്ള ഡയൽ സെന്ററിന് കൊടുക്കാൻ തീരുമാനിച്ചത്. അടിപൊളി അടിപൊളി. ഓക്കെ, എന്താ ഈ ഷോറൂം എത്രാമത്തെ ഷോറൂമാണ്? 207ാമത് ഷോറൂമാണ്. 207ാമത്തത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒന്നുമില്ല, നല്ല അരീക്കോട് സിറ്റിന്റെ സെന്റർ ഭാഗത്ത് നല്ലൊരു സൈറ്റ് കിട്ടി. അപ്പൊ അജ്ഫാൻ തുറക്കാന്ന് നമ്മൾ തീരുമാനിച്ചു. ഇവിടെ വന്നപ്പോ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇവിടെ അജ്ഫാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ അജ്ഫാന്റെ ഓപ്പണിങ്ങിന് പങ്കെടുത്തല്ലേ? ഓക്കെ, അപ്പോ പിന്നെ ഇതിന്റെ ആളുകൾ വരാണല്ലേ? എന്താണ് സംഘടനയുടെ പ്രത്യേകത? എന്താണ്? എങ്ങനെ ഇതിനെന്ത് കാണണോ? നിങ്ങൾക്ക് ഒരു ആംബുലൻസ് ഒരുപാട് സേവനം ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഇപ്പൊ ഒരു ആംബുലൻസ് കുട്ടിക്കാന്റെ അജ്ഫാൻ ഗ്രൂപ്പ് തന്നു, എന്ത് തോന്നുന്നു? കുട്ടിക്കാരൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് ചെന്നപ്പോൾ 1 മിനിറ്റ് സമയം എടുത്തില്ല ഈ ആംബുലൻസ് ഞങ്ങൾക്ക് സമ്മതിക്കാൻ. ഞാനും കുഞ്ഞാപ്പും കൂടി വണ്ടൂർ പോയിട്ടാണ് കുട്ടിക്കാനെ കാണുന്നത്. അവിടുന്ന് കണ്ടിങ്ങനെ ഞങ്ങളൊരു 50 രോഗികൾക്ക് സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്തിട്ടുള്ള സ്ഥാപനമുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് വേണം പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ കുഞ്ഞാപ്പൂൻ്റെ പള്ളക്കൊരു തട്ടിട്ടിട്ട് ഭാര്യനെ വിളിച്ചിട്ട് ഭാര്യ ഒരു ആംബുലൻസ് വാങ്ങി കൊടുത്ത ആളാണ്. അമീർ ഭായ്, ഇവരുടെ കുട്ടിക്കാൻ്റെ പ്രത്യേകം തരാം. സാധാരണ ബിസിനസ്സിൽ മക്കൾ സജീവമായിട്ടുണ്ടാവും, സ്വാഭാവികമല്ല, അതിന് മക്കളെ സാന്നിധ്യം വേണം. പക്ഷേ ചാരിറ്റിയിലും ബിസിനസ്സിലും ഉണ്ട്. അജ്ഫാൻ്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുക്കുമോ പ്രേക്ഷകർക്ക്? പറയേണ്ട ആവശ്യമില്ല, ഒന്ന് പറഞ്ഞോളൂ. അജ്ഫാൻ എന്താണ്? അജ്ഫാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റി ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, ഇമ്പോർട്ടഡ് സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ക്വാളിറ്റി അജ്ഫാനിൽ ലഭിക്കും. അപ്പോൾ അത് അവനവൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ എല്ലാ ഇൻ്റർനാഷണൽ സാധനങ്ങളും കസ്റ്റമറിന് ലഭിക്കും. ഓക്കെ, ഇനി എന്താണ് അടുത്ത പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? അടുത്ത് ഞങ്ങൾ മേജർ ഒരു കാലിക്കറ്റിൽ നമ്മൾ പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഏറ്റവും വലിയ ഷോറൂം, ഓൾമോസ്റ്റ് 5000 സ്ക്വയർ ഫീറ്റ് ഷോറൂം അജ്ഫാൻ്റെ വരുന്നുണ്ട്. പ്രീമിയം അജ്ഫാൻ്റെ സിഗ്നേച്ചർ ഷോറൂം വരുന്നുണ്ട് അടുത്ത്. പിന്നെ നമ്മളെ ഷെഫ് ലെബനാൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് ഫാദർ തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മളെ ലെബനീസിൻ്റെ ഷെഫുമാരെ കൊടുത്തിട്ട് അതൊരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റാണ്. അതാണ് ഓൾമോസ്റ്റ് 120 സ്റ്റാഫ് ഉണ്ട്. ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ആണ് കസ്റ്റമറിന് കൊടുക്കുക. ഓൾ കേരള ഇന്ത്യയിൽ തന്നെ ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. എവിടെയൊക്കെയുണ്ട്? കോട്ടക്കലായി, പെരിന്തൽമണ്ണ, കാസർഗോഡ് പണിയെടുക്കുന്നുണ്ട്. ഉപ്പയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ എങ്ങനെ കാണുന്നു? മൂത്ത മകൻ എന്നുള്ള നിലയിൽ എന്ത് തോന്നുന്നു? നമ്മൾ ഭയങ്കര ഇൻസ്പയർഡ് ആണ്. ഇൻഷാ അല്ലാഹ് നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മുഹൂർത്തത്തിലും ഉണ്ട് ഉപ്പാൻ്റെ കൂടെ. അതെ, അടിപൊളി. ഇപ്പോൾ ടീമൊക്കെ ഷൗക്കത്ത്, എന്ത് തോന്നുന്നു അജ്ഫാൻ വന്നീല്? ഇത് ഉദ്ഘാടന വേളയിൽ 2 വർത്തമാനം കേട്ടു ഇവിടുന്ന്. അത് കേട്ടതോടുകൂടി ഇതിൻ്റെ പെരുമ ഇവിടെ കാണുന്ന രീതിയിലല്ല, ഇത് ലോകോത്തരം ഉയർന്നു നിൽക്കുകയാണ് എന്നുള്ള ബോധ്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഭാര്യ 2 വാക്ക് പറയട്ടെ? വലം കൈ ഇടം കൈകളൊക്കെ ഉണ്ട് ഇവിടെ. എവിടെ ഞാൻ നമ്മുടെ ടീമോടെ ഭാര്യ, ഫൈസല്, സൽമാന്, പിന്നെ പേരൊക്കെ പറയും. എല്ലാവരും ഉണ്ട്. റോഷന്, അലി ഒക്കെ ഉണ്ട്. എല്ലാ മാനേജർമാരുണ്ട്, സായിദുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ എല്ലാ ഉദ്ഘാടനത്തിനും നമ്മൾ ഇതേമാർക്ക് ഒരു സഹായം അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്.
എന്താണ് തോന്നുന്നത്? എന്ത് തോന്നുന്നത്? എന്ത് തോന്നുന്നു, അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? അരീക്കോട്ടുകാർക്ക് ഇനി ഇതിലും വലിയൊരു സന്തോഷം തന്നെ വരാനുള്ളത് രണ്ട് കാര്യങ്ങളായിട്ട് അജ്ഫാന്റെ രുചി അറിയാൻ പോവാണ്, അതോടൊപ്പം തന്നെ വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ആംബുലൻസ് പിന്നെ കാണാം. എന്താ ഹാപ്പി അല്ലേ? ഉമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. ക്യാമറ ഉണ്ട്. എന്താ ഉമ്മയുടെ പേരെന്താ? ഖദീജ. എന്ത് തോന്നുന്നു? ഹാപ്പി? ഹാപ്പി, വളരെ സന്തോഷം. ഓക്കെ, വളരെ സന്തോഷം. ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ്. എന്താ തോന്നുന്നത്? പറ. എന്താ ഉദ്ഘാടനം? ഇതാണ് ഒരു കൊട്ടും കുറയുന്നില്ലാത്ത ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ആരും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ എല്ലാ ഇതിനേക്കാളും കൂടുതലായിട്ട് ഒരു ജനത്തിരക്ക് ഇവിടെ കണ്ടു എന്ന് പറയാം. വളരെ സന്തോഷം. വളരെ ഉഷാറായിട്ടുണ്ട്. ബിസിനസ് അല്ലെങ്കിൽ വ്യവസായം എന്നതിന് അപ്പുറത്തേക്ക് ജൈവകാരുണ്യ രംഗത്തോട് ഇടപെടുന്ന ഒരു മനുഷ്യൻ നിലയ്ക്ക് ബിസിനസ് നല്ല അഭിവൃദ്ധിയിലേക്ക് പോകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വർഷങ്ങളായിട്ട് നോക്കിക്കാണുന്ന ഒരു ശ്രോതാക്കളെയാണ്. വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന പല ആളുകൾക്കും മുന്നോട്ട് വരാൻ കഴിയാത്ത ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം. ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. ഈ നാട്ടുകാർക്കും എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ.